ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? മകനെ സ്കൂളിലേക്ക് വിട്ടാക്കി. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഇനി നേരെ അടുക്കളയിലേക്ക് വിടാം. ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങാം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇന്നിവിടെ രാവിലെ നല്ല മഴയായിരുന്നു. ഇന്ന് ഞാൻ നാടൻ കറികൾ ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അതിനായി ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ തന്നെ വേവാൻ വേണ്ടി വെച്ചിരുന്നു. ഒന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടാകും. അതിൻ്റെ മുമ്പ് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടാം. കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് നല്ലപോലെ കയറട്ടെ. സാമ്പാർ വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള പരിപ്പാണ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിരിക്കുന്നതും. ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കഷ്ണങ്ങൾ നോക്കാം. ഞാനിവിടെ സവോള, തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ പിഴിഞ്ഞു മാറ്റി വെച്ച പുളിവെള്ളവും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും അതുപോലെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുവാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പോളം തേങ്ങയും ഒരു 10 ഉണക്കമുളകും 1 ടേബിൾ സ്പൂണോളം മല്ലിയും 2 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂണോളം ജീരകവും 1/4 ടീസ്പൂണോളം ഉലുവയും 1 ടീസ്പൂണോളം കുരുമുളകും കറിവേപ്പിൻ്റെ ഇലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ഞങ്ങളുടെ ഉഷ് ചേച്ചി ഞങ്ങളുടെ ഒരു പഴയ അയൽവാസിയാണ്. അയൽവാസി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് അകന്ന ബന്ധമായി മാറും. ചില മനുഷ്യർ അങ്ങനെയാണല്ലോ, നമുക്കൊരു ബന്ധവും വേണ്ട, എന്നാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായിട്ട് അവരങ്ങനെ ഉണ്ടാവും. അതുപോലെ ഒരാളാണ് എനിക്കെൻ്റെ ഉഷ് ചേച്ചിയും. ഞാൻ എപ്പോഴൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉഷ് ചേച്ചിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ വിഷയത്തിൽ നിന്നും വേറെ എങ്ങോട്ടൊക്കെയോ പോയി. ഇനി നമുക്ക് തിരിച്ച് സാമ്പാറിലോട്ട് തന്നെ വരാം. ഞാൻ ദാ ഇവിടെ ചൂടായ എണ്ണയിലേക്ക് മുളക്, മല്ലി, ഉലുവ, കുരുമുളക് ഒക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് തന്നെ തേങ്ങയും കറിവേപ്പിൻ്റെ ഇലയും ഉള്ളികളും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനിടയ്ക്ക് കുക്കറിൽ ഒരു വിസിലടിച്ചു. തീ ഓഫാക്കിയിട്ടു. തുറന്നിട്ട് കത്തിരിക്കായ മാറ്റി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാതും കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് അടപ്പ് വെച്ച് തീ സിമ്മാക്കിയിട്ടിട്ടൊന്ന് ഇത് വേവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും മല്ലിയും മുളകൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് എനിക്ക് വരാൻ കഴിയുള്ളൂ. ഒരു പുതിയ ചാനലാണിത്, അതാണ് തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി കൂടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ അരപ്പും കുറച്ച് വെള്ളം കൂടിയും കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു ചട്ടിയിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. ഒരു 4 ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കും എന്നെപ്പോലെ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മ വരുന്ന മുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റ് ഇടണം. എന്നെപ്പോലെ എത്ര പേർക്ക് ആർക്കൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ.
സാമ്പാർ ഇവിടെ റെഡിയായി. അടുത്തതായി പച്ചപ്പയർ വെച്ചിട്ടുള്ള ഉപ്പേരി ചെയ്തെടുക്കാം. അതിനായി ഒരു സവോളയും ഒരു 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അരിഞ്ഞു മാറ്റിവെച്ച പയറും കൂടി ചേർത്തിളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 10 മിനിറ്റോളം വേവിച്ചെടുത്തു. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീയൊന്ന് കൂട്ടി വെച്ചോളൂ. ഇതാ ഇപ്പോൾ നമ്മുടെ പയറും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഉപ്പേരി റെഡിയായി. ഇനി കോളിഫ്ലവർ ചില്ലിയാക്കി എടുക്കാം. ഞാനിവിടെ കോളിഫ്ലവർ ചില്ലിയുടെ വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാതും കൂടി ആയാൽ വീഡിയോ ഒരുപാട് ലോങ്ങായി പോവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. നമ്മുടെ ഊണിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബായ്.